എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ എന്നോട് പ്രത്യയങ്ങൾ ചേരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ അത് വെച്ചാണ് നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കിയത്. വെച്ചിട്ട് അങ്ങനെ ഈ പ്രാവശ്യം നമുക്ക് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഹിന്ദിയിലേക്ക് മാറ്റാം. അതിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാക്യങ്ങൾ ഉണ്ടാക്കാനും എഴുതാനും സംസാരിക്കാനെല്ലാം പറ്റുള്ളൂ. അപ്പം ഇവിടെ ഇവൻ എന്നുള്ളത് ഇന്നലെ എഴുതി, അത്ര വരെയാണ് എഴുതിയത്. ഇന്ന് അവൻ പറഞ്ഞു. അതെങ്ങനെ പറയും? അവൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു, അല്ലേ? അവൻ പറഞ്ഞു എങ്ങനെയാ പറയാ? പറയുക എന്താ? കഹിന. അപ്പോൾ പറഞ്ഞു, കഹ, അല്ലേ? കഹ. കഹ. അവൻ സംസാരിച്ചു. അവൻ പറഞ്ഞു. അവൻ സംസാരിച്ചു. എന്ത് വരും? ബോല. ബോല. അവൻ അവൾ വരട്ടെ. അതെങ്ങനെ എഴുതും? അവൻ അവൾ വരട്ടെ, അല്ലേ? അവർ വരട്ടെ. വരിക എന്നുള്ളതിൻ്റെ ഹിന്ദി എന്താണ്? ആന, അല്ല? അപ്പോൾ വരട്ടെ, അല്ലേ? വന്നോട്ടെ, അവർ വരട്ടെ. അപ്പം എന്ത് പറയും? അപ്പം എന്നുള്ളത് എന്തായി മാറും? ഉസേ, അല്ലേ? ഉസേ അല്ലെങ്കിൽ ഉസുസേ, അല്ലേ? എങ്ങനെയാണ് അത് വരുന്നത്? പ്ലസ് കോ ആണ് ഉസയായി വരുന്നത്, അല്ലേ? രണ്ട് രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉസ്കോ, പ്ലസ് കോ, ഉസേ അല്ലെങ്കിൽ ഉസ്കോ എന്ന് നമ്മൾ മുന്നേത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയും? അവൾ വരട്ടെ, ആന വരിക, അല്ലേ? അപ്പോൾ ഇവിടെ അവർ വരട്ടെ എന്നാണ് പറയുന്നത്. അപ്പം ആനെ ദോ വരാൻ അനുവദിക്കൂ എന്നുള്ള രീതിയിൽ അവർ വരട്ടെ. നമുക്ക് ഇവിടെ അല്ലേ, അവർ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പം ഉസേ ആനെ ദോ. ഇനി അവനു വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്നു എന്നാണ് ചോദിക്കുന്നത്. അവനു വേണ്ടി, അവൾക്ക് വേണ്ടി. അപ്പോൾ എന്ത് പറയും? കേലി എന്നത് ഞാൻ ഇതിൽ പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടില്ല. എങ്കിലും നമുക്ക് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. അവനു വേണ്ടി പ്ലസ് കേലി എന്ത് വരും? പ്ലസ് കേലിയെ ഉസ്കേലിയെ എന്ത് കൊണ്ടുവരും? എന്ത് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? അല്ല, ഹിന്ദിയിൽ എങ്ങനെ പറയും? എന്ത് എന്നുള്ളതിനെ ക്യാ, അല്ലേ? കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ അർത്ഥം അല്ല, ഹിന്ദി പറയുന്നത് ലാന, അല്ലേ? അപ്പോൾ ക്യാ ലായാ ഹേ, അല്ലേ? ക്യാ ലായാ ഹേ, ഉസ്കേ ലിയേ ക്യാ ലായാ ഹേ. അവർക്ക് വേണ്ടി, അല്ലേ? എന്താണ് കൊണ്ടുവന്നത്? എന്ത് കൊണ്ടുവന്നു? അപ്പം ഇനി അടുത്ത് നമുക്ക് നോക്കാം.
അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പേരെന്താണ്? അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ? അവൻ്റെ എന്ന് എങ്ങനെ പറയാം? അവൻ്റെ പഠിച്ചിട്ടുണ്ട്. ബഹു പ്ലസ് ക എന്നായി എന്തായി മാറും? അവൻ്റെ നന്നായി മാറും അല്ലേ? ഉസ്ക, ഉസ്ക. അല്ലെങ്കിൽ അവളുടെ പേരെന്താണ്? പേരെന്നാ പറയാ? നാം, നാം എന്താണ്? ക്യാ ഹേ അല്ലേ? ക്യാ ഹേ, ഉസ്ക നാം ക്യാ ഹേ. ആളുകൾ അവനെ അവളെ ആദരിക്കുന്നു. ആളുകൾ എന്നാ പറയുക ഹിന്ദിയിൽ? ആളുകൾ ലോഗ് എന്ന് പറയും. ലോഗ്, 2 ലോഗുണ്ട് ഇവിടെ. ഈ ലോകാണ് വേണ്ടത്. ലോഗ് ലോകം എന്നുള്ള അർത്ഥത്തിലുണ്ട്. ഇത് ലോഗ് ജനങ്ങളെ, ആളുകൾ. ലോഗ് ആളുകൾ അവനെ അല്ലെങ്കിൽ അവളെ. അപ്പോൾ അവനെ അവളെ എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുക? അത് അങ്ങനെ നിർമ്മിക്കുക? ബഹു പ്ലസ് ക. അപ്പം എന്തായി മാറും? ഉസ്ക, അവളെ അവനെ, എന്താ ഏതെങ്കിലും പറയാം, ആരായാലും കുഴപ്പമില്ല. ഉസ്ക അവരെ അല്ലെ അവളെ, അവനെ അല്ലെങ്കിൽ അവളെ ആദരിക്കുന്നു. ആദരിക്കുക എന്ന് എങ്ങനെ പറയാം ഹിന്ദിയിൽ? ആദരിക്കുക എന്ന് എങ്ങനെ പറയാം? ആദർ, ആദർ കർത്താ ഹെ. അപ്പോൾ ലോകാണ് കർത്താ ഹെ എന്നല്ല വരും. അപ്പോൾ ലോക അല്ല, ജനങ്ങളാണ്, കുറേ ആൾക്കാരുണ്ട്. അപ്പം ആദർ കർത്തേ ഹേ ഉണ്ടാ ഇവിടെ കർത്തേ ഹൈ എന്ന് വരും. എന്തുകൊണ്ടാണ്? ഇവിടെ ലോക ജനങ്ങളാണ് ആദർ അല്ലേ? അപ്പോൾ ഇവിടെ ആദർ കർത്തേ, ജനങ്ങളാണ് ആദരിക്കുന്നത്. കുറേ ആൾക്കാരുണ്ട്, ഒന്നിലധികം ആൾക്കാരുണ്ട്. അപ്പം ബഹുവചന രൂപത്തിൽ എഴുതണം. ഇനി ഇവിടെ എന്താ പറയുന്നത്? ഇവൻ്റെ ഇവളുടെ സ്വഭാവം നല്ലതാണ്. അതെങ്ങനെ പറയും? അതിവിടെ പഠിച്ചു. ഇവൻ്റെ ഇവളുടെ എന്നുള്ള കുറേ പഠിച്ചുകൂടാ അല്ലേ? അപ്പം എന്താ പറയുക? ഉസ്ക, ഉസ്ക. ഇത് കുറേ ഇങ്ങനെ എഴുതി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ. കുറേ ഒന്നിലധികം കുറേ വാക്യങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾ സ്വയം പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഉസ്ക സ്വഭാവം. സ്വഭാവം എന്ന് പറഞ്ഞാൽ ചരിത്രം അല്ലെ? സ്വഭാവം, ചരിത്ര നല്ലതാണ്. ചരിത്ര നല്ലതിനെന്നാ പറയുക? അച്ഛാ അല്ലേ? അതാദ്യമേ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതായിരിക്കും അല്ലേ? അച്ഛാ ഹേ, ഉസ്കാ ചരിത്ര അച്ഛാ ഹേ. ഇനി അവൾ എൻ്റെ സഹോദരിയുടെ മകളാണ്. അവൾ എന്ന് പറയുന്നതിന് എങ്ങനെ പറയാ? അവൾ എന്ന ഹിന്ദി എന്താണ്? അവൾ വോ എൻ്റെ എങ്ങനെയാണ് പഠിച്ചത്? എൻ്റെ മേരാ മേരെ മേരി അല്ലേ? എൻ്റെ മേ കുട്ടണം കാ മേര, എൻ്റെ എന്നുള്ള അർത്ഥം വരും അല്ലേ? അപ്പോൾ ഇവിടെ എൻ്റെ എന്നാണ്. അപ്പം മേരാ എന്നാണോ വരിക? എന്താ വരിക നമുക്ക് നോക്കാം. മേരാ സഹോദരി അവിടെ വരുന്നത്. സഹോദരി, അവൾ. അപ്പോൾ അവൾ എന്ന് പറയുമ്പോൾ പെൺകുട്ടിയാണ്. അപ്പോൾ മേരി. സഹോദരിക്ക് എന്നാ ഹിന്ദി പറയാ? സഹോദരിക്ക് ബഹൻ. ബഹൻ, വോ മേരി ബഹൻ കീ ബേട്ടി. അതിലെ പെണ്ണാണ്. അപ്പം കീ ബേട്ടി ഹേ, കീ ബേട്ടി ഹേ. മനസ്സിലായോ? അപ്പം ഈ കാക്കയ്ക്ക് പ്രയോഗമെല്ലാം അത് വേറെ തന്നെ ഒരു വ്യാകരണമാണ്. അപ്പം നമുക്കത് പഠിക്കാം. അതെല്ലാം കുറേശ്ശെ പഠിക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മുഴുവനായിട്ട് ഒരുമിച്ചൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെങ്ങനെ വരുന്നു, ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റാതെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. വ്യാകരണം തെറ്റാതെ പഠിക്കണമെങ്കിൽ ഇതൊക്കെ അറിയണം. ഇതിൻ്റെ അർത്ഥങ്ങൾ അറിയണം. ഇതെല്ലാം അറിഞ്ഞ് പഠിക്കണം. എന്നാലേ നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനും പറ്റുള്ളൂ.
ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ പിന്നെ PSC ടെസ്റ്റിനെല്ലാം ചോദിക്കുന്നതാണ്. വലിയ വലിയ കുട്ടികൾക്കെല്ലാം പിന്നെ +2 തലത്തിലെല്ലാം എത്തിക്കഴിഞ്ഞാൽ നന്നായി പഠിക്കണം. പിന്നെ ഡിഗ്രി തലത്തിൽ ഐച്ഛികമായി ഹിന്ദി എടുക്കുമ്പോഴെല്ലാം ഈ ഗ്രാമറെല്ലാം നന്നായിട്ട് അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹിന്ദി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കുക. അപ്പം അവൻ പറഞ്ഞു, ഉസ്നെ കഹ, ഇത് അവൻ പറഞ്ഞു, ഇത് അവൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ കുട്ടികളെ ഇത് വോ കഹ എന്നല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭൂതകാലത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് എന്നോട് തെറ്റ് പറ്റിപ്പോയി. അപ്പോൾ ഇവിടെ ഉസ്നെ എന്നാണ് വരുമേ. ഉസ്നെ, വോ കഹ എന്നല്ല. അത് അവൻ സംസാരിച്ചു എന്നുള്ളതിനാണ് വോ പോലാന്ന് പറയാം. അവൻ സംസാരിച്ചപ്പം അവൻ പറഞ്ഞു. അപ്പോൾ അവൻ സംസാരിച്ച് അതിപ്പം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് പണ്ടേ പറഞ്ഞ കാര്യമാണ്. അപ്പം ഉസ്നെ കഹ എന്നാണ് വരുമേ. ഉസ്നെ കഹ. അപ്പം നമ്മൾ മുന്നേ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, നേ എന്ന പ്രത്യയത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നല്ലേ. അപ്പോൾ ഇത് ഭൂതകാല ക്രിയ ആയതുകൊണ്ടാണ് ഉസ്നെ എന്ന് നേ വന്നത്, ഈ വോവിനോട് നേ ചേർന്നത്. അപ്പം വോ പ്ലസ് നേ ഉസ്നെ കഹ, അദ്ദേഹം അല്ലെ അവൻ പറഞ്ഞു കേട്ടോ. ചെറിയ തെറ്റ് പറ്റിപ്പോയി, സോറി. അപ്പം ഉസ്നെ കഹ, അപ്പം അവൻ സംസാരിച്ചു എന്നുള്ള വോ പോലെ അവൻ സംസാരിച്ചു. ഇനി അവൻ അവൾ വരട്ടെ എന്നാ, ഉസേ ഉസ്കോ ആനേതോ, അവൻ വരാൻ അനുവദിക്കൂ, അല്ലെ അവർ വരട്ടെ. ജാനേതോ, ഇനിയിപ്പോൾ നമുക്ക് അവൻ അവൾ അല്ലെങ്കിൽ പോകട്ടെ എന്ന് എങ്ങനെ പറയാം? അവൻ അവൾ വരട്ടെ എന്നുള്ളത് ഉസ് അല്ലെങ്കിൽ ഉസ്സേ അല്ലെ ഉസ്കോ ആനേതോ. അപ്പം അവൻ അവൾ പോകട്ടെ എന്നുള്ളത് എന്ത് വരും? ഉസ്സേ അല്ലെ ഉസ്കോ ജാനേതോ. ജാനെന്നറിയാം പോവുക, അപ്പം ജാനേതോ എന്ന് വരും കേട്ടോ. ഇവിടെ ജാനേതോ എന്നാണ് വരും. അപ്പോൾ അവർ പോകട്ടെ എന്നുള്ളതിന് അങ്ങനെ വരും. അതുപോലെ ഏകദേശം ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക. അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം കൈകാര്യം ചെയ്യാൻ പറ്റും കേട്ടോ. ഹിന്ദി സരള ഹിന്ദിയാണല്ലേ, സരള ഭാഷ, രാഷ്ട്രഭാഷയാണ്, സരള ഭാഷയാണ്. അപ്പം നിങ്ങൾ ഈ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് നിർത്തും.